ലേറ്റായാലും ലേറ്റസ്റ്റായിട്ട് വരണം എന്നാണല്ലോ ആക്ടർ രജനീകാന്ത് പറഞ്ഞത്. അതുകൊണ്ട് ഞാനിന്നൊരു 8 മാസം മാത്രം പഴക്കമുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. വെൽക്കം ടു ബിയാ ദി എക്സ്പ്ലോറർ. ഞാൻ ഇന്നൊരു ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പോവുക. ഞാൻ എൻ്റെ 2 അനിയന്മാരുടെ ഗ്രാജുവേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അവരുടെ ഫാമിലിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഞാനാണ് അവർക്ക് വേണ്ടി ഇന്ന് കോളേജിൽ പോകുന്നത്. എൻ്റെ ബ്രദേഴ്സ് ആരൊക്കെയാന്ന് പറഞ്ഞാൽ വിശ്വനാഥനും ജിംപിളുമാണ്. അവരുടെ ഒരു പ്രൗഡ് സിസ്റ്ററായിട്ടാണ് ഞാനിന്ന് എൻ്റെ പഴയ കോളേജിലേക്ക് പോകുന്നത്. നമ്മൾ ഈ ജീവിതം ജീവിച്ച് വരുമ്പോൾ ഓൺ ദ വേയിൽ ഒരുപാട് പേരെ പരിചയപ്പെടും. അങ്ങനെ നമ്മൾ ആരൊക്കെ ആയി മാറും. അങ്ങനത്തെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പരിചയപ്പെട്ട 2 പേർക്ക് വേണ്ടി അവരുടെ ഫാമിലി ആയിട്ട് എത്തുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ കോളേജിൽ എത്തിയപ്പോൾ തന്നെ അവർ ഗൗണും ഒക്കെ കളക്ട് ചെയ്തിട്ട് അതൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അവരെ കണ്ടപ്പോഴേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് തോന്നിയത്. എൻ്റെ ഈ ഒരു വീഡിയോയിലെ എക്സ്പ്രഷനും ഹാപ്പിനെസ്സും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും അവരും ഒക്കെ ഈ കാത്തിരുന്ന മൊമെൻറ്റ് എത്രമാത്രം എൻജോയ് ചെയ്യുന്നു എന്നുള്ളത്. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏകദേശം 1.5 മണിക്കൂർ മുന്നേ തന്നെ ഞങ്ങൾ കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ അയർലൻഡിൽ വന്നിട്ട് പരിചയപ്പെട്ട വേറൊരു ഫ്രണ്ട് അലീനയെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നത്. അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ അലീന ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഇറങ്ങി വരുന്ന വഴി എന്നെ കണ്ടതും ഞങ്ങൾ പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. അപ്പോഴേക്കും എൻ്റെ പിള്ളേരെ എനിക്ക് എൻ്റെ ഗസ്റ്റ് ടിക്കറ്റ് കൊണ്ട് തന്നു. അതൊക്കെ വെച്ച് ഞാൻ പിന്നെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി. അത് കഴിഞ്ഞപ്പോഴേക്ക് അവർ ഗ്രാജുവേറ്റ്സിൻ്റെ റൂമിലേക്ക് പോയി അവരെ ഡിപ്പാർട്ട്മെൻറ്റ് റോൾ നമ്പറൊക്കെ അനുസരിച്ച് അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടേ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതൊക്കെ അറിയാം. ഞാൻ എന്തായാലും ആ നേരം കൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ചൂസ് ചെയ്ത് അവിടെ ഇരുന്നു. ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡ് ഫുള്ളും പേരൻസിനെ കൊണ്ട് ഫില്ലായിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്പോഴത്തേക്ക് നമ്മുടെ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. Welcome to this graduation ceremony at which third level awards will be conferred on graduates of Griffith College. Graduates, for today is the day of the harvest. I wish to see support that you have received over the years, the acclamation across the field. Malayalam Samsavikun. Really articulate. Abidam Danango. Ningalode Kudam Batinam Surutuk Kalkom Swagatam. Jimbo Joseph. Viswanathan Rajagopal. ഗ്രിഫിത്ത് കോളേജിൻ്റെ ഫൗണ്ടറും പ്രസിഡൻറ്റുമായ ഡേമുട്ട് ഹെഗർട്ടിയാണ് നമുക്ക് ഈ അവാർഡ് തരുന്നത്. ഓരോ സ്റ്റുഡൻറ്റിനും അദ്ദേഹം തന്നെയാണ് എല്ലാ വർഷവും അവാർഡ് തരാറുള്ളത്. ഈ ഒരു പേര് പഠിച്ചു പറയാൻ തന്നെ ഭയങ്കര പാടായിട്ടുള്ളൊരു പേരാണ്. ഞാൻ എന്തായാലും ഇവിടെ എഴുതിയേക്കാം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്ത് ഓരോ കുട്ടികളോടും അദ്ദേഹം സംസാരിക്കും. എന്നിട്ട് മാത്രമാണ് ഈ അവാർഡ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഇൻഫോം ചെയ്യും. കാരണം ഒരുപാട് സമയം എടുക്കും. ഞാൻ ഓരോ വ്യക്തികളോട് സംസാരിച്ചിട്ട് മാത്രമേ അവാർഡ് കൊടുക്കത്തുള്ളൂ എന്നുള്ള കാര്യം. അങ്ങനെ ഓരോ സ്റ്റുഡൻറ്റിനും ഈ ഈക്വൽ കൺസിഡറേഷൻ കിട്ടുമ്പോൾ തന്നെ അവാർഡ് വാങ്ങി വരുന്ന ഓരോ കുട്ടികളും വളരെ ഗ്രേറ്റ്ഫുള്ളും ഹാപ്പി ആയിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. അങ്ങനെ എന്തായാലും കുറേ നേരത്തെ ഈ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ എൻ്റെ 2 ഗ്രാജുവേറ്റ്സ് വളരെ സന്തോഷമായിട്ട് എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ കഫറ്റീരിയയുടെ പ്ലേസിലേക്കായിരുന്നു. കാരണം ഞങ്ങളുടെ കോളേജ് അവിടെ ഞങ്ങൾക്ക് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ ഓൾഡ് കോളേജ് ഫ്രണ്ടിനെ കാണുന്നത്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നല്ല കൂട്ടുകാരായിരുന്നു. കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ മീറ്റ് ചെയ്ത്. എന്തായാലും ഒരുപാട് സന്തോഷമായി നേരിട്ട് കണ്ടപ്പോൾ. അങ്ങനെ അവനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. കാരണം അവിടെ പേരൻസിനെയും പ്രൊഫസേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ കൊണ്ട് നിന്ന് തിരിയാൻ പറ്റാത്ത പോലെ തിരക്കായിരുന്നു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തോ വളരെ സന്തോഷം കണ്ടതിൽ നല്ല എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ അവരോട് ലൈവ്
എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ ഇതൊക്കെയായിരുന്നു മറുപടി കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗൗണൊക്കെ റിട്ടേൺ ചെയ്തിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ടിഫിൻസിൽ പോകാമെന്ന് വിചാരിച്ചു. ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും മഴയായിരുന്നു. കാര്യമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ടാക്സി എടുത്തിട്ട് ഞങ്ങൾ സിറ്റി സെൻറ്ററിലേക്ക് പോയി. ഞങ്ങൾ അത്യാവശ്യ സമയങ്ങളിൽ നോർമലി ചൂസ് ചെയ്യുന്ന സ്ഥലം ഇന്ത്യൻ ടിഫിനാണ്. അതാകുമ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും ചിന്തിക്കേണ്ടി വരത്തില്ല. കാരണം അവിടെ കിട്ടുന്ന ബെസ്റ്റ് ഐറ്റം എന്താണെന്നൊക്കെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അറിയാം. വിശ്വനാഥനൊരു വെജിറ്റേറിയൻ ആണ്. അവൻ്റെ അഭിപ്രായം അനുസരിച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മസാല ദോശാസ് ഇൻ ഡബ്ലിൻ സിറ്റി സെൻറ്റർ ഇവിടെയാണ്. അങ്ങനെ അവൻ്റെ ഫേവറേറ്റ് ചില്ലി ചീസ് മസാല ദോശ വാങ്ങി. ഞാനും ജിംബിളും ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ വേറെന്തോ ഒരു ഡിഷോ വാങ്ങിയത്. ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, കുറേ നാളായല്ലോ. അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ എൻ്റെ ബസ് സ്റ്റോപ്പിലേക്കാണ് നേരെ പോയത്. എന്നെ സേഫായിട്ട് എൻ്റെ ബസ്സിൽ കയറ്റി വിട്ടിട്ടാണ് എൻ്റെ ബ്രദേഴ്സ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് തിരികെ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ.